കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ഇമ്രാൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് വീട്ടുമുറ്റത്ത് ഒരു അടിപൊളി മീൻകുളം കണ്ട്. നല്ല രീതിയിൽ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മീൻകുളം. പക്ഷേ ഇതിൻ്റെ ശരിക്കും നല്ല ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഫീൽ തന്നെയാണ്. ഈ മീൻകുളത്തിന് എത്ര ചിലവ് വന്ന്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് എത്രയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു വീട്ടുമുറ്റം ഇമ്രാൻ്റെ ഉമ്മ നല്ല രീതിയിൽ തന്നെ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നാടൻ കോഴി വളർത്തൽ കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഈ ഒരു മീൻകുളം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീൻകുളത്തിൽ നമുക്ക് ആദ്യം ഇതിനകത്ത് കാണാൻ കഴിയുന്നത് നമ്മുടെ കോയിക്കാർപ്പ് വെറൈറ്റി മീനാണ്. അതുപോലെ തന്നെ ചെറിയൊരു മോട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിൽട്ടർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള കോയിക്കാർപ്പ് ഫിഷിനാണ് നമ്മൾ കാണുന്നത്. ഇതിലിപ്പോൾ കോയിക്കാർപ്പ് അല്ല, വേറെ ഏതൊക്കെയുള്ള ഗപ്പിയുണ്ട്, ഫ്ലാറ്റി, വളർത്തുവാളിന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. എല്ലാം കൂടി മിക്സായിട്ട് തന്നെ ഇട്ട് കൊടുത്തുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഇനി ഇവർ ഫിഷിൻ്റെ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ വന്നുകൂടായില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൻ്റെ സ്പേസ് കുറവാണ്. പക്ഷേ ഇതിൽ ചെറിയ രീതിയിലാണെങ്കിൽ എയറേഷനും അതുപോലെ തന്നെ ഫിൽട്രേഷനും ഉണ്ടായതുകൊണ്ട് അമോണിയയുടെ വലിയ വിഷയം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ മീനിൻ്റെ ഗ്രോത്തിനെ സാരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കൊരു 3 മാസം കൊണ്ട് കിട്ടേണ്ട ഗ്രോത്ത് ചിലപ്പം ഈ ഒരു ചെറിയ ടാങ്കിൽ കൂടുതൽ മീനുകൾ എടുക്കുന്ന കാരണം ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫിൽറ്റർ? ആ മോട്ടർ എടുക്കുന്നത് എത്ര രൂപയുടെ മോട്ടറാണത്? അത് 550 രൂപ റേഞ്ച് വരുന്ന സബ്മേഴ്സിബിൾ പമ്പാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഫുൾ ടൈം ഇപ്പോൾ റൺ ചെയ്യും, ഇവിടെ ഫുൾ ടൈം റൺ ചെയ്യണല്ലേ. ഇപ്പോൾ ആ ഒരു മോട്ടറിന് ആ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം, ഫിഷ് പോണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് നേരിട്ട് ഇവിടെ വന്നിട്ടാണ് ചാടുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഓപ്പൺ സ്പേസിലല്ല ഇവിടെ ഈ ടാങ്ക് നിൽക്കുന്നത്. നമുക്കൊരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ ആൽഗെ ഫോം ചെയ്യാനുള്ള സാധ്യത. കാരണം ഇത്രയും തെളി ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല, അല്ല ഗ്രീനിഷ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ സീക്രട്ട്? ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. 2 മാസമായില്ലേ? ഈ വെള്ളത്തിന് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല, അതേ വെള്ളമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അൾട്രാ വയലറ്റ് ബൾബ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. UV ബൾബ് ഇതിനകത്ത് ഈ ഒരു ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? കാരണം എന്താ വെച്ചാൽ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ല എന്നാണ് അതിൻ്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്തായിട്ടുള്ളത്. അപ്പോൾ ഈ ആൽഗനെ എന്ത് ചെയ്യും, ആ ലൈറ്റ് നശിപ്പിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഈ പമ്പ് ഫിഷ് പോണ്ടിൽ നിന്ന് എടുക്കുന്ന വെള്ളം നേരിട്ട് വരുന്നത് ഈ ഇതിനകത്തേക്ക്, അതിനകത്താണ് ഈ UV ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് UV ലൈറ്റിൻ്റെ ആ സെക്ഷൻ കൂടി പാസ് ചെയ്തിട്ട് ആ പമ്പ് ആ വെള്ളം തിരിച്ചിതാ ഇവിടെ വന്ന് ചാടുകയാണല്ലേ. ഇവിടെ വന്ന് ചാടിയിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ഇങ്ങനെ ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ടല്ലേ. വെള്ളം ഇങ്ങനെ സെറ്റായിട്ട് വെറുതെ ഇങ്ങനെ മറിഞ്ഞ് പോകണല്ലേ. അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയലൊക്കെ ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? സിമെൻറ്റ് തെർമോക്കോളാണ്. അത് തെർമോക്കോളിൽ നമ്മുടെ ഗ്രൗട്ട് മിക്സ് ആക്കി. തെർമോക്കോളിൽ ഗ്രൗട്ട്, സിമെൻറ്റ് ഗ്രൗട്ടാക്കി വെച്ചിട്ട് അതിന് മുകളിൽ പെയിൻറ്റ് അടിച്ചാണല്ലേ. അത് താഴെ ടൈൽ പീസ്, താഴെ ടൈലിൻ്റെ പീസാണ്. ഇതിൻ്റെ ഉള്ളിൽ അടിയിൽ ടൈൽ പീസ് വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ വെള്ളം മുകളിൽ ഓവർഫ്ലോ ആയിട്ട് മാറിയില്ല. അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ വന്നിട്ട് ഇതിൽ കൂടി വന്ന് ചാടിയിട്ട് ഇവിടെ വരും. അവിടെ സ്ട്രോ പൈപ്പ് പോയിട്ട് നമ്മുടെ ജ്യൂസിൽ കുടിക്കുന്ന സ്ട്രോ പൈപ്പ്, ആ സ്ട്രോ പൈപ്പാണ് വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അല്ലേ, ഉള്ളിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചാടും. ഇവിടുന്ന് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് നേരിട്ട് ഇങ്ങോട്ടും ചാടും അല്ലേ. അപ്പോൾ ഈ ഒരു ചാട്ടത്തിലൊരു ഫോഴ്സിലൊരു എയറേഷൻ ഇവിടെ കിട്ടും ചെയ്യും. എയറേഷൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? ടാങ്കിനകത്ത് എയറേഷൻ സെപ്പറേറ്റ് ആയിട്ട് എയർ സ്റ്റോൺ ആയിട്ടുള്ളത്, എയർ സ്റ്റോൺ ഇട്ടിടുന്നുണ്ടല്ലേ. ഓക്കെ, ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് പ്ലാന്റ് ഇട്ട് കൊടുത്തിരിക്കണം? എന്തിനാ? ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുക, നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടിക്കോട്ടെ. അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ഇട്ട് കൊടുക്കണം അല്ലേ. ഇതിനകത്ത് ഫിഷോ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. ഏകദേശം ഈ ഒരു ടാങ്കിൻ്റെ സൈസ് 6 അടി, അതുപോലെ തന്നെ 4 അടി ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴ്ച ഒരു 1 അടി 1.5 അടി ഉണ്ടാവുള്ളൂ അല്ലേ, 1.5 അടി ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കാൽക്കുലേഷന് ഇല്ല. എങ്കിലും ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഒരു റേറ്റ് നമ്മൾ സൂചിപ്പിക്കുക. UV ലൈറ്റിന് ഏകദേശം ഒരു 1200 ആണെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നെ ഒരു 500-550 രൂപക്ക് മോട്ടർ വാങ്ങി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൈപ്പ്, എയർ സ്റ്റോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വാങ്ങിയത്. പിന്നെ പെയിൻറ്റ്
വാങ്ങിയതുകൊണ്ട് ഒരു 500 രൂപയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവമൊക്കെ വീട് പണി നടക്കുന്ന കാരണം തന്നെ സിമെൻറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ തെർമോക്കോൾ സെറ്റപ്പൊക്കെ അങ്ങനെ ഒപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് കറക്റ്റ് ഒരു കാൽക്കുലേഷൻ ഇല്ല നമുക്ക് ഷെയർ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഫിഷിന് വന്നുള്ള കോസ്റ്റും ഇതാണ് പ്രധാനമായിട്ട് കോസ്റ്റ് വന്നുള്ളത്. പിന്നെ മാൻ പവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേക ചിലവ് കാര്യങ്ങൾ അതിനും വന്നിട്ടില്ല. പിന്നെ ഒരു ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്തൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് രാത്രി സമയത്തുള്ളത്. ലൈറ്റിന് ഏകദേശം ഒരു 750 രൂപയോളം ലൈറ്റിന് വില വന്നെന്ന് പറഞ്ഞ്. എങ്ങനെയായാലും ഒരു 5000 രൂപ ടോട്ടൽ ബഡ്ജറ്റിൽ ഇങ്ങനൊരു പോണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ഫിഷ് പോണ്ടിൻ്റെ അടിത്തട്ടിൽ നിന്ന് വേസ്റ്റ് ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പ് വഴി വലിച്ചെടുത്തിട്ട് നേരിട്ട് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഇതിനകത്തേക്കാണ് വരുന്നതെന്നുള്ളത്. ഇതിനകത്താണ് UV ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ സംഭവം, UV ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇതിന് ഇത് 1200 ആ റേഞ്ച് വില ഉണ്ട്, 1250 ആ റേഞ്ച് വില ഉണ്ടല്ലേ. ഇത് വാങ്ങിയിട്ട് നേരിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ അൾട്രാ വയലറ്റ് മറ്റേ ഈ ആൽഗകളെ നശിപ്പിക്കുന്ന ഇതാണ് സംഭവം അല്ലേ, ഇതിന്റെ ലൈറ്റ്. ഓക്കെ, ശരിക്കും നമ്മൾ തന്നെ മനുഷ്യരെന്നെ ശരിക്കും നേരിട്ട് നോക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുവഴി കടത്തി വിട്ടതിന് ശേഷം അപ്പോൾ ഇതുവഴി ആൽഗകൾ വരുന്ന സമയത്ത് ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചറ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ കുറവാണല്ലേ. അതാ ഓക്കെ. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ, ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്തുള്ള എന്നിട്ട് അതിൽ നിന്ന് എൻഡ് ഗ്യാപ്പ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം നേരിട്ട് ഇതിലല്ലേ ചാടണത്, എന്നിട്ട് ചാടിയിട്ടാണല്ലോ ഇങ്ങനെ നേരിട്ട് ഇങ്ങോട്ട് പോണത്. ഓക്കെ, അത് നമ്മൾ നോക്കി. അപ്പോൾ ഇതിനകത്ത് ചിലപ്പം ഇതിനകത്തുനിന്ന് പുറന്തള്ളുന്ന ആ വേസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഓവർഫ്ലോ വഴി ഇങ്ങനെ ചാടി ഉണ്ടാവും അല്ലേ. ശരിക്കും ഇങ്ങനെ കല്ലുകളൊക്കെ ആയിട്ടുള്ള ഇത് നമ്മൾ അക്വേറിയത്തിലിടുന്ന ആ കല്ലുകളല്ലേ ഇത്, അതോ നാച്ചുറൽ ആയിട്ടുള്ള മണലും അങ്ങനത്തെ സ്റ്റോണാ? മണ്ണും പിന്നെ അക്വേറിയത്തിന കല്ല് ഇടണല്ലേ, എല്ലാം കൂടി ഇട്ടതല്ലേ. ഈ ഫിഷ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വീട്ടുമുറ്റത്തിൻ്റെ ഒരറ്റത്താണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എൻഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പിന്തറയോട് ചേർന്നിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെടികൾ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെർട്ടിക്കലായിട്ട് കണ്ടില്ലേ ഫാനിൻ്റെ ആ സംഭവത്തും ഇങ്ങനെ തൂക്കി ഇറക്കിയിട്ടുള്ളത്. ഇതൊക്കെ അധികം ആൾക്കാരും ചെയ്യാറുള്ളതാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിലൊക്കെ ഈ തൂങ്ങി ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന പ്ലാന്റുകളാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് മറ്റ് പല വെറൈറ്റി ചെടികളാണ് വെച്ച് കൊടുത്തുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ട് ചിരട്ടയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ചിരട്ടയിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ചിരട്ടക്കൊക്കെ ഓരോരോ വെറൈറ്റി കളറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഷായിട്ട് ഒരു മതിൽ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ മറ്റ് ചെടികൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് ഈ ഏരിയയിൽ കാണാൻ പറ്റും. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടേജ് കറക്റ്റ് അല്ലെങ്കിലും സിറ്റ് ഔട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിട്ട് നമ്മുടെ ഈ ഫിഷ് പോണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഫിഷ് പോണ്ട് ശരിക്കും നല്ല പെയിൻറ്റിങ്ങൊക്കെ നല്ല കളർഫുള്ളായിട്ട് കൊടുത്തുകൊണ്ടും ചുറ്റും ആ ഒരു ഗ്രീനറി നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ടും നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറച്ച് ഏരിയയിൽ കോഴി ഫാമിങ് ആയിട്ട് നാടൻ കോഴികളും ഫാൻസി കോഴികളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതേതാ വെറൈറ്റി? ഇത് നമ്മുടെ ഫയോമി അല്ലേ? തുറന്നാൽ പോവോ? ഇല്ല, ഫയോമി അല്ലേ ഇതല്ലേ? കൂട്ടിലിനിട്ട് ക്രോസ് ആവാതിരിക്കാൻ അല്ലേ? പക്ഷെ ഇതിൽ വേറൊരു ഐറ്റം കാണുന്നുണ്ടല്ലോ, ഗോൾഡൻ ഫയോമി അല്ലേ? അപ്പോൾ ഇതിലുള്ളത് ഇപ്പോൾ ഒരു പൂവനും 2 പടയാണ്. പുറത്തേക്ക് മാറ്റിയല്ലേ? അപ്പോൾ ഈ ഗോൾഡൻ ഫയോമിക്ക് അതിൻ്റെ തന്നെ പൂവൻ വേണമെന്നില്ലല്ലോ, ഈ പൂവനെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിനെ പുറത്തേക്ക് വിടാതെ ഇങ്ങനെ തന്നെയാണ് വളർത്തലല്ലേ? അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ഇതേതാണ്? ഇത് നാടൻ കോഴിയാണ്. നാടൻ കോഴിക്ക് നമ്മൾ ഫയോമിൻ്റെ മുട്ട വെച്ചിട്ട് വിരിഞ്ഞതാണ്. ഫയോമിയുടെ മുട്ട നാടൻ കോഴികൾക്ക് വെച്ച് കൊടുത്തിട്ടാണ് വിരിയിപ്പിക്കൽ. ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് ഫയോമിയുടെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിക്കാറുണ്ട് എന്നുള്ളത്. ഇവർ ചെയ്യാറുള്ളത് നാടൻ കോഴിക്ക് വെച്ചിട്ട് വിരിയിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെയും തള്ളനെയൊക്കെ വേറെ സെക്ഷനിലേക്കാണ് മാറ്റുക. മുട്ട ഇട്ടിട്ട് ഇവിടെ ഒരാൾ മുട്ട ഇട്ടിട്ടുണ്ട്. ഇതിലൊക്കെ നാടൻ കോഴിക്കളും ഇല്ലേ? ഇതിൽ
ഉണ്ട്. അതിൽ ഫയോമി ഇവിടുന്ന് വളർന്നതാണ്. അതാ ആ ഈ ബ്ലാക്ക് ഉണ്ടായിരുന്ന ഫയോമിയാണ് ആ രണ്ടെണ്ണം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഫയോമിയുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു കളറിലേക്ക് വരുമല്ലേ? ഇപ്പോൾ ഈ കാണുന്ന ഫയോമിക്ക് ഇവിടെ കുഞ്ഞിറങ്ങിയിട്ട് വലുതായതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നാടൻ കോഴിക്കളും കാര്യങ്ങളുണ്ട്. ഇതൊരു മുള്ളൻ കോഴിയുണ്ട്. ഒരാളിവിടെ മുട്ടിട്ടിട്ടുണ്ട്.